കഴിഞ്ഞ ഒരാഴ്ച മുന്നേ, അതായത് ഡിസംബർ 4-ന് ഈ വർഷത്തെ അവസാനത്തെയും ഇനി 16 വർഷങ്ങൾക്ക് ശേഷം മാത്രം നടക്കാൻ പോകുന്നതുമായ ഒരു സൂപ്പർ മൂണിനെ പറ്റിയുള്ള വീഡിയോ നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോയുടെ കമൻറ്റ് സെക്ഷൻ നോക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് അത് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും കഴിഞ്ഞു എന്നറിയാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്നാൽ അതിലും അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. കാരണം ഡിസംബർ 4-ലെ സൂപ്പർ മൂൺ എന്ന് പറയുന്നത് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഒരുപോലെ കാണാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. എന്നാൽ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്ന കാര്യം കുറച്ചൊന്ന് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ കാണാൻ കഴിയുന്ന ഒന്നാണ്. ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും എക്യുപ്മെന്റ്സോ അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിൽ നിന്ന് മാത്രം കാണാൻ പറ്റുന്ന ഒന്നോ അങ്ങനെയൊന്നുമില്ല. സോ ഈ വീഡിയോയിൽ ഞാൻ ആ കാര്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ അത് എപ്പോൾ നടക്കും എന്നുള്ളതിനെ പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽ ആയി തന്നെ പറയുന്നതായിരിക്കും. സോ വീഡിയോ എൻഡ് വരെ കാണാൻ ശ്രമിക്കുക. ആൻഡ് ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിച്ചേക്ക്. നിങ്ങൾ ആകാശത്തേക്ക് നോക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഷൂട്ടിംഗ് സ്റ്റാറിനെ കണ്ടിട്ടുണ്ടോ? അതായത് നക്ഷത്രം ആകാശത്ത് നിന്ന് കൊഴിഞ്ഞു വീഴുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഡിസംബർ 13, 14 രാത്രികളിൽ കൊഴിഞ്ഞു വീഴുന്ന ഒരു സ്റ്റാർ മാത്രമല്ല, ആകാശത്ത് ഒരു വെടിക്കെട്ട് തന്നെ നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ഈ വർഷത്തിലെ ഏറ്റവും വലുതും കാണാൻ ഒരുപാട് ഭംഗിയുള്ളതുമായ ജെമിനിറ്റ്സ് മെറ്റൽ ഷവർ, അതായത് ഉൽക്കമഴ. മണിക്കൂറിൽ ഏകദേശം 150 ഉൽക്കകൾ വരെ ആകാശത്തു കൂടി പറന്ന് പാഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് കാണാം. സാധാരണ ഉൽക്കമഴകൾ ഉണ്ടാകുന്നത് ബഹിരാകാശത്തിലെ സ്പേസ് പാർട്ടിക്കിൾസ് ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് പ്രവേശിച്ച് കത്തിയെരിയുന്ന സമയത്താണ്. പക്ഷേ ജെമിനിറ്റ്സ് മെറ്റൽ ഷവർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. കാരണം ഒട്ടുമിക്ക മെറ്റൽ ഷവറുകളും കോമറ്റ്സിൽ നിന്നാണ് വരുന്നത്. എന്നാൽ ജെമിനിറ്റ്സ് 3200 ഫെയ്ത്തോൺ എന്നറിയപ്പെടുന്ന ഒരു മിസ്റ്റീരിയസ് ആസ്ട്രോയിഡിൽ നിന്നാണ് വരുന്നത്. സോ ഈ ഒരു ആസ്ട്രോയിഡ് എന്താണെന്നും ഇതിനെങ്ങനെയാണ് ജെമിനിറ്റ്സ് എന്ന പേര് വന്നതും എന്നുള്ള സീക്രട്ട് ഈ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മുടെ ഭൂമി സൂര്യനെ ഓർബിറ്റ് ചെയ്യുന്നതിനിടയിൽ ഒരു കൂട്ടം പാറകളുടെയും പൊടിപടലങ്ങളുടെയും ഇടയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ പൊടിപടലങ്ങളാണ് ആക്ച്വലി ഉൽക്കകൾ എന്ന് പറയുന്നത്. സോ ഈ പൊടിപടലങ്ങൾ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് മണിക്കൂറിൽ ഏകദേശം 1,27,000 കിലോമീറ്റർ സ്പീഡിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിലെ വായുവുമായി ഉരസി ചൂടാവുകയും കത്തുകയും ചെയ്യും. അപ്പോഴാണ് നമുക്ക് ആകാശത്ത് കത്തിത്തിളങ്ങുന്ന ഒരു ലൈന് കാണുന്നത്. സോ ഇനി ഈ ഒരു കാര്യത്തിന് പിന്നിൽ കാരണമായ ആ ഒരു ആസ്ട്രോയിഡ് അത് എന്താണെന്ന് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ മിക്ക മെറ്റൽ ഷവറുകൾക്ക് പിന്നിലെയും കാരണം എന്ന് പറയുന്നത് വാൽ നക്ഷത്രങ്ങളാണ്. വാൽ നക്ഷത്രം എന്ന് പറയുന്നത് തന്നെ ഐസ്, പൊടിപടലങ്ങൾ, ചെറിയ ചെറിയ പാറ കഷ്ണങ്ങൾ എന്നിവയുടെ എല്ലാം ഒരു മിക്സ് ആണ്. സോ അത് ഉരുകിത്തീരുമ്പോഴാണ് ഉൽക്കകൾ ഉണ്ടാവുന്നത്. എന്നാൽ ജെമിനിറ്റ്സിന് കാരണമായിട്ടുള്ള ഈ ഒരു ഫെയ്ത്തോണിനെ ശാസ്ത്രജ്ഞർ ഒരു ആസ്ട്രോയിഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഈ ഫെയ്ത്തോൺ എന്ന ആസ്ട്രോയിഡ് സൂര്യനോട് ഒരുപാട് അടുത്തുകൂടി പോകുന്ന സമയത്ത് അതിന്റെ സർഫസിലുള്ള പാറക്കഷ്ണങ്ങൾ ചൂടായി പൊട്ടിത്തെറിച്ചു പോകുന്നുണ്ട്. ഈ പാറക്കഷ്ണങ്ങളാണ് നമ്മുടെ ഭൂമിയിലേക്ക് ജെമിനിറ്റ്സ് മെറ്റൽ ഷവറായി മാറുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള മെറ്റൽ ഷവറിൽ നിന്നെല്ലാം ഡിഫറെൻ്റ് ആയിക്കൊണ്ട് ഇത് ഒരുപാട് വലിപ്പമുള്ള ഉൽക്കകളായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്കത് ക്ലിയർ ആയി ഭൂമിയിൽ നിന്ന് കാണാനും കഴിയും. സോ ഇനി ഇത് എപ്പോൾ ഏറ്റവും ക്ലിയർ ആയി നമുക്ക് കാണാൻ കഴിയുമെന്ന് നോക്കാം. ഇത് കാണാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഡിസംബർ 13 രാത്രി മുതൽ ഡിസംബർ 14 പുലർച്ചയ്ക്കിടയിലായിട്ടാണ്. അതിൽ തന്നെ ഏറ്റവും അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് പുലർച്ചെ 1 മണിക്കും 3 മണിക്കും ഇടയിലാണ്. പിന്നെ ഇത്തരത്തിലുള്ള ഇവന്റ്സ് ഒക്കെ കാണാൻ വേണ്ടി എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് അധികം ലൈറ്റുകളൊന്നും ഇല്ലാത്ത അത്യാവശ്യം ഇരുട്ടുള്ള തുറന്ന പ്രദേശങ്ങളാണ്. സോ ഡിസംബർ 4-ലെ സൂപ്പർ മൂൺ മിസ് ചെയ്ത ആളുകളൊക്കെ ഈ ഒരു മെറ്റൽ ഷവർ കാണാൻ വേണ്ടി ട്രൈ ചെയ്യുക. എന്തായാലും ഈ ഒരു മെറ്റൽ ഷവർ നിങ്ങൾ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയുള്ള വീഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.